ഹലോ ഗൈസ്, ഇന്നെൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇതിപ്പോൾ അന്നറിയുന്നവർ വിചാരിക്കണ്ടാവും ഇവനെന്താ ഇത്ര നാളില്ലാത്തത് ഇപ്പം ഇങ്ങനെ ചെയ്യണമെന്ന്. വേറെ ഒന്നുമല്ല, ഞാനിങ്ങനെ വിചാരിക്കണം എൻ്റെ കഴിവുകളൊക്കെ ഞാനിങ്ങനെ ഉള്ളിലാക്കി ഇങ്ങനെ വെച്ചിട്ട് എന്ത് കാര്യം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇനി എൻ്റെ കഴിവുകളൊക്കെ ഞാൻ പുറത്തേക്ക് അങ്ങോട്ട് എടുത്തിടാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ എൻ്റെ അനിയൻ്റെ ഫേസ് കാണുമ്പോൾ ആരും വിചാരിക്കേണ്ട ഇതെന്താ അങ്ങനെ ഗൗരവമായിട്ട് ഇങ്ങനെ നിൽക്കണേന്ന്. വേറൊന്നുമല്ല, ഞാൻ പഠിപ്പിച്ച് കൊടുത്തത് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷനിലാണ്. അങ്ങനെ നമ്മളെ കുട്ടികളെല്ലാവരും ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. മസാലക്കൂട്ടും എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എല്ലാം അതുപോലെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇവൻ്റെ ഇളക്കൽ കാണുമ്പോൾ ആരും വിചാരിക്കേണ്ട കേട്ടോ ഇവനാണ് ഇതൊക്കെ ഉണ്ടാക്കിയെന്ന്. ഒരിക്കലല്ല, ഞാൻ പറഞ്ഞു കൊടുത്ത ആ സ്റ്റൈല് ഉണ്ടാക്കണതാണ്. കണ്ടോ, എൻ്റെ ഇളക്കൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം ആരാണിത് മെയിൻ എന്നുള്ളത്. അപ്പം അങ്ങനെ നമ്മളെ ചിക്കനൊക്കെ വറുത്ത് അടിപൊളിയാക്കി അങ്ങോട്ട് എൻ്റെ മക്കളെ പറയാനും കിട്ടുന്നില്ല പണ്ടാറും. ഇനി എന്താ പറയുക, എന്തായാലും ചോറൊക്കെ റെഡി ആയിരിക്കണം. സൂപ്പർ, ഒന്നും പറയാനില്ല. പിന്നെ ചിലരുടെ നിപ്പുണ്ടെങ്കിൽ തോന്നും അവരാണ് ഇതെല്ലാം ഉണ്ടാക്കിയെന്ന്. ഒരിക്കലല്ല, ഇതെല്ലാം ചെയ്യുമോ. ഓക്കേ.